ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ റോഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതേ സർക്കുലർ ട്രാക്കിൽ കൂടെ തന്നെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ റോഡിന്റെ ഒരു സൈഡ് സ്വല്പം ഒന്ന് പൊക്കിയേക്കുക. അതായത് ഒരു വശം മാത്രം സ്വല്പം ഒന്ന് പൊക്കി, മറ്റേ വശം അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനാണ് എന്താ പറയുന്നറിയോ? ബാങ്കിങ് എന്ന് പറയും. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം, ഇത്രയും സ്പീഡിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ അവർ പറഞ്ഞല്ലോ മാക്സിമം ഒരു സ്പീഡ് പറഞ്ഞു, v √μs/r g എന്നുള്ള ആ സ്പീഡിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ എന്നുള്ള പറഞ്ഞു. നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടി പോകണമെന്നൊരു ആഗ്രഹം. അതായത് ഈ എഴുതിയിരിക്കുന്ന v max എന്ന സ്പീഡ് √μs/r g എന്നല്ലേ, ഈ സ്പീഡിനേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ ഒന്ന് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം. അതായത് ഇച്ചിരൂടെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? റോഡിന്റെ ഒരു വശം പതുക്കെ ഒന്ന് പൊക്കും. അതായത് റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ റോഡിന്റെ ഒരു വശം ഇച്ചിരി പൊക്കിട്ടാറുകയും മറ്റേ വശം ഇച്ചിരി താന്നിരിക്കും. അകത്ത് ഇതൊരു വളവാണെങ്കിൽ അകവശം താന്നിരിക്കും, പുറം വശം റോഡിന്റെ പുറത്തെ വശം ഇങ്ങനെ പൊങ്ങിയിരിക്കും. നിങ്ങളെല്ലാം അത് കണ്ടിട്ടുണ്ടാണല്ലോ. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ബാങ്കിങ് എന്ന് പറയും. ബാങ്കിങ് ഓഫ് റോഡ്സ്. നമ്മൾ പൈസ കൊണ്ടിടുന്ന ബാങ്ക് അല്ല, അല്ലാതെ കേട്ടോ. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ സർക്കുലർ ടേണിൽ ഈ വണ്ടി തിരിയുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സർക്കുലർ ടേണിൽ ഈ വണ്ടിയെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തോട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അത് വണ്ടിയെ പുറത്ത് കളയാൻ നോക്കും. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ പിടിച്ച് അകത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് അവിടെ സേഫ് ആയിട്ടിരിക്കും. എന്നാൽ ബാങ്കിങ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഫോഴ്സ് കൂടാതെ വേറൊരു ഫോഴ്സ് കൂടെ ഇവിടെ സഹായത്തിന് വരും. അതാണ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സാണ്. പക്ഷേ ഇവിടെ ഈ ഒരു കേസിലെ പ്രത്യേക ഒരു സ്പെഷ്യൽ കേസ്. അതായത് എന്താ അറിയോ, ഇവിടെ റോഡ് ബാങ്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്മൂത്ത് റോഡാണ്. സ്മൂത്ത് റോഡാന്ന് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അറിയോ? ഇവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എവിടെയെങ്കിലും സ്മൂത്ത് റോഡ് അല്ലെങ്കിൽ എന്താണ് വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ എന്താ അർത്ഥം അറിയോ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് മ്യൂയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇരിക്കുന്നു. വണ്ടി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, കാറോ സൈക്കിളോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ മാസ് m ആണെന്ന് നമ്മൾ തൽക്കാലം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യും? ഈ ഒബ്ജക്റ്റിനെ എർത്ത് താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ mg എന്ന് പറയുന്നത്. ഇനി ഏതൊരു ഒബ്ജക്റ്റ് ഏതൊരു സർഫസിൽ വെച്ചാൽ ഈ സർഫസ് എന്ത് ചെയ്യും? ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കും. നോർമൽ റിയാക്ഷൻ നമ്മൾ പറയില്ലേ, ആ ഫോഴ്സ് ആണ് നമ്മൾ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് n എന്നുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ താഴോട്ട് mg എന്നുള്ള ഫോഴ്സും ഉണ്ട്. ഈ രണ്ട് ഫോഴ്സ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് തീറ്റ ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് കരുതുക. സപ്പോസ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഫിഗർ ഇത് റിസോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴത്തെ ലൈന് പാരലായിട്ട് മുകളിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കും. ഇപ്പം വരച്ച ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കും. അത് ഇവിടെ വന്ന് കൂട്ടിമുട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ, അതുപോലെ ഇപ്പുറത്തെ ആംഗിൾ 90 മൈനസ് തീറ്റ, അങ്ങനെ വെച്ച് എടുത്ത് നോക്കുക കഴിയുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ തീറ്റ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മുകളിലത്തെ ആംഗിൾ തീറ്റ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബട്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഡയഗ്രം നിങ്ങൾ പഠിക്കുന്നതിനെ ഓർത്ത് വെക്കുക. താഴത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ മുകളിലത്തെ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയാണ് പഠിച്ചു വെക്കുക. ഇനി ഇത് എന്നാണെങ്കിൽ ഈ സാധനം, അതായത് തീറ്റയോട് അടുത്തിരിക്കുന്ന സാധനം എന്തായിരിക്കും? ഈ കമ്പോണന്റ് എന്തായിരിക്കും? n cos തീറ്റ ആയിരിക്കും. ഈ തീറ്റയിൽ നിന്ന് അകന്ന് മാറുന്നിരിക്കുന്ന ഈ പുള്ളി എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ n sin തീറ്റ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ നോർമൽ ഫോഴ്സിന്റെ കമ്പോണന്റ് ആയ n sin തീറ്റ. കാര്യം ഇവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ ഇവിടെ റോഡിൽ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ സ്മൂത്ത് റോഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അകത്തോട്ട് ഈ വളവിലോട്ട് ഈ സാധനത്തെ പിടിച്ചു നിർത്തുന്ന ആരായിരിക്കും അറിയോ? ഈ നോർമൽ ഫോഴ്സിന്റെ കമ്പോണന്റ് ആയ n sin തീറ്റ ആയിരിക്കും. അപ്പോൾ പുറത്തോട്ട് നമ്മളെ mv²/r എന്നുള്ള ഫോഴ്സ് നമ്മളെ പുറത്തോട്ട് തള്ളി നമ്മളെ വളവിന് പുറത്ത് കളയാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടെ രക്ഷിക്കുന്ന ആരാന്നറിയാമോ? n sin തീറ്റ ആണ് നമ്മളിവിടെ രക്ഷിക്കുന്നത്, അതായത് നോർമൽ ഫോഴ്സിന്റെ കമ്പോണന്റ്. ഇനി താഴോട്ടുള്ള വെയിറ്റ് mg യെ ബാലൻസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ n cos തീറ്റ ആണ് അതിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. അതായത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് നോർമൽ ഫോഴ്സിന്റെ കമ്പോണന്റ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? n sin തീറ്റ ഈസ് ഈക്വൽ ടു mv²/r എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതും നോർമൽ ഫോഴ്സിന്റെ കമ്പോണന്റ് n cos തീറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും mg എന്ന് പറയാനായിട്ട് പറ്റും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ ഒരേപോലുള്ളവരും എല്ലാം പോകത്തില്ലേ? ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ന്യൂമറേറ്ററിലും മറ്റേ ഡിനോമിനേറ്ററിലും ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരേപോലുള്ളവരൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നും വെട്ടിപ്പോവും. ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ തീറ്റ വരത്തില്ലേ? ഈസ് ഈക്വൽ ടു നോക്കിയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ m ഉണ്ട്, താഴെ m ഉണ്ട്. അപ്പോൾ ആ m ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വരും മുകളിൽ v²/r, താഴെ എന്ത് വരും? താഴെ g എന്ന് വരും. m പോയി, m വെട്ടിപ്പോയി കേട്ടോ.
അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീറേസ് ചെയ്യുവാണെങ്കിൽ ജി മേളിൽ പോകും നമുക്കറിയാം. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരുമ്പോൾ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ സ്റ്റെപ്പ് എഴുതിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. ഇനി മാക്സിമം വെലോസിറ്റി വി അല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വി ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ എന്ന്. ഈ താഴെ കിടക്കുന്ന ആർ ജി ഇപ്പുറത്തോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി ഡി ഇക്വേഷൻ എന്തായിരിക്കും? വി ഡി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് ആർ ഇൻറ്റു ജി ഇൻറ്റു ടാൻ തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം സ്പീഡ്. അതായത് ബാങ്കിങ് ഉണ്ട് പക്ഷെ ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള കേസ് വരുമ്പോൾ നമുക്ക് ഈ ഇതായിരിക്കും നമ്മുടെ മാക്സിമം വെലോസിറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ അല്ലെങ്കിൽ കാർ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓഫ് ഇസ് ടയേഴ്സ് എന്നൊക്കെ പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ആ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈക്വേഷൻ ആണ് വി ഇസ് ഇക്വൽ ടു ആർ ജി ടാൻ തീറ്റ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സമ്മറൈസ് ചെയ്യാം കേട്ടോ. അതായത് സർക്കുലർ റോഡാണ്, അവിടെ ബാങ്കിങ് ഇല്ല, ബാങ്കിങ്ങിന്റെ സംഭവം ഇല്ല, പക്ഷേ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ ആണ് എന്ത് നമ്മൾ എഴുതാൻ പറയുക? വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി എന്നുള്ളത്. ഇനി അടുത്ത കേസ്, ഇവിടെ ബാങ്കിങ് ഉണ്ട് പക്ഷെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ഈ കേസ് നമ്മൾ ഉപയോഗിക്കേണ്ട മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. നിങ്ങൾ ഇക്വേഷനിലോട്ടൊക്കെ രസകരമായ ഒരു കാര്യം കാണാൻ പറ്റും. മ്യൂസിന് പോലെ ഇവിടെ ആർ ജി കൊടുത്താൽ മതി. ഇവിടെ ഫ്രിക്ഷൻ ഉള്ളപ്പോൾ മ്യൂസ് കൊടുക്കണം, ബാങ്കിങ് വരുമ്പോൾ ആംഗിൾ അല്ലേ, ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻ തീറ്റ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എവിടെ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു പ്രോബ്ലം ഇത് വെച്ചിട്ട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡ് എടുക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കി. എ സ്മൂത്ത് സർക്കുലർ റേസ് ട്രാക്ക് ഹാവിംഗ് റേഡിയസ് 20 meter is banked at an angle of 30 degree. Find the safe speed at which the vehicle do not skid. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്കിങ്ങിന്റെ കണ്ടീഷനാണ് പറയുന്നത് അല്ലേ. ഇവിടെ ബാങ്ക് ചെയ്തിട്ടുണ്ട്, സ്മൂത്ത് ആണ് സംഭവം, റേഡിയസ് കൊടുത്തിട്ടുണ്ട്, ബാങ്കിങ്ങിന്റെ ആംഗിളും കൊടുത്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം നോക്കിക്കേ. ബാങ്കിങ് ഉണ്ട് പക്ഷെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ബാങ്കിങ് ഉണ്ട്, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അത് ഏതാണ്? റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പോൾ മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി മാക്സിമം ഈസ് ഈക്വൽ ടു എന്താ പറ്റും? റൂട്ട് ഓഫ് ആർ ഇൻറ്റു ജി ഇൻറ്റു ടാൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇനി ആ റൂട്ട് ഓഫ് ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 20 എന്നുള്ളതാണ്, ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കുന്നു. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ എത്ര വരും? ടാൻ 30 ഡിഗ്രി വരും. ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 200 ഡിവൈഡ് ബൈ √3 വരും. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10.74 ആയിരിക്കും കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് നോക്കിക്കോണം. 10.74 വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? മീറ്റർ പെർ സെക്കൻഡിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ആ സേഫ് സ്പീഡ്. ഈ സ്പീഡിൽ ആയിരിക്കും അദ്ദേഹത്തിന് പോയാൽ, അദ്ദേഹത്തിന് ഈ സ്പീഡിൽ കുറവ് പോയാലും കുഴപ്പമില്ല, ഈ സ്പീഡിൽ പോയാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതെ ആ ടേൺ നല്ല സ്മൂത്ത് ആയിട്ട് ടേൺ ചെയ്യാനും സുരക്ഷിതമായിട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഈ ഉത്തരം എല്ലാവർക്കും മനസ്സിലായാലോ? അപ്പോൾ ഒരിക്കൽ കൂടി ഓർത്തോണം ഞാൻ പറഞ്ഞ ഈ പോയിന്റ്. അതായത് ബാങ്കിങ് ഇല്ല, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാക്സിമം സ്പീഡ് റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. ബാങ്കിങ് ഉണ്ട്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ മാക്സിമം സ്പീഡ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്കുക. വീണ്ടും ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക.